ഈ പാരമ്പര്യ സഭകൾ, അതായത് റോമൻ കത്തോലിക്ക മതം, യാക്കോബായ ഓർത്തഡോക്സ് സഭകൾ, ഈ സമുദായ സഭകൾ മറിയത്തെ മനുഷ്യവർഗത്തിൻ്റെ അമ്മയായ മറിയം എന്നുള്ള രീതിയിൽ ചിത്രീകരിക്കുന്നുണ്ട്. യേശുവിൻ്റെ അമ്മയായ മറിയം മനുഷ്യവർഗത്തിൻ്റെ അമ്മയാണ് എന്ന വാദത്തിന് ദൈവവചനപരമായ യാതൊരു ന്യായീകരണവുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കത്തോലിക്ക സഭയുടെ അഭിപ്രായത്തിൽ രക്ഷാകര കർമ്മത്തിലെ എല്ലാ സംഭവങ്ങളിലും മറിയം പങ്കുകൊണ്ടു. അങ്ങനെ ലോകരക്ഷകന്റെ വത്സല മാതാവും രക്ഷാകർമ്മത്തിൽ അവിടുത്തെ സഹകാരിണിയും എന്ന നിലയിലാണ് അവർ മറിയം രക്ഷിക്കപ്പെട്ട എല്ലാവരുടെയും മാതാവായിരിക്കുന്നത് എന്നുള്ള നിലയിൽ അവരുടെ ദൈവശാസ്ത്രത്തെ, മരിയ ശാസ്ത്രത്തെ രൂപപ്പെടുത്തുന്നത്. കുരിശിൽ വെച്ച് ഇതാ നിന്റെ അമ്മ എന്ന് യോഹന്നാനോടും ഇതാ നിന്റെ മകൻ എന്ന് മറിയത്തോടും പറഞ്ഞുകൊണ്ട് ഈ സത്യം ക്രിസ്തു പ്രഖ്യാപിച്ചു എന്നാണ് അവർ വാദിക്കുന്നത്. കുരിശിൻ്റെ ചുവട്ടിൽ നിന്ന യോഹന്നാൻ യേശു നൽകുന്ന ജീവൻ സ്വീകരിക്കുന്ന എല്ലാവരുടെയും പ്രതിനിധിയാണ് എന്നൊക്കെയാണ് അവരുടെ വാദം. ഇത്തരം അനുമാനങ്ങളിൽ വാസ്തവത്തിൽ അനേകം തെറ്റുകളുണ്ട്. ബൈബിളിൽ വ്യക്തമായിട്ട് പറയുന്ന കാര്യം പറയാതെ അതിൽ നിന്നും അനേക കാര്യങ്ങൾ ഊഹിച്ചും അനുമാനിച്ചും ദൈവശാസ്ത്രപരമായ തത്വങ്ങൾ ഉണ്ടാക്കി അത് പ്രായോഗികമായ ആത്മീയ ജീവിതത്തിലേക്ക് ഇട്ടുകൊടുക്കുന്നത് വളരെ അപകടകരമായ കാര്യമാണ് എന്ന് നാം മനസ്സിലാക്കും. അപ്പോൾ അവരുടെ വാദം ഇപ്രകാരമാണ്: യേശു കുരിശിൽ കിടന്നുകൊണ്ട് യോഹന്നാനോട് ഇതാ നിന്റെ അമ്മ എന്നും മറിയത്തോട് ഇതാ നിന്റെ മകൻ എന്നും പറഞ്ഞല്ലോ. അപ്പോൾ യോഹന്നാനോട് ഇതാ നിന്റെ അമ്മ എന്ന് പറഞ്ഞതിലൂടെ യേശു മറിയത്തെ മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ അമ്മയാക്കി തീർക്കുകയായിരുന്നില്ലേ? പക്ഷേ ഈ ചിന്താഗതിയിലുള്ള പിശക് അല്പം ശ്രദ്ധിച്ചാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്നതേയുള്ളൂ. യേശു യോഹന്നാനോടും മറിയത്തോടും അത്തരം വാക്കുകൾ പറഞ്ഞ അവസരത്തിൽ യോഹന്നാൻ മാത്രമായിരുന്നില്ല മറിയത്തോടുകൂടെ ഉണ്ടായിരുന്നത്. എങ്കിലും ഇതാ നിന്റെ അമ്മ എന്ന് യോഹന്നാനോട് മാത്രമാണ് യേശു പറഞ്ഞത്. അല്ലാതെ എൻ്റെയും നിങ്ങളുടെയും എല്ലാം അമ്മ എന്നോ മനുഷ്യവർഗത്തിൻ്റെ അമ്മ എന്നോ യേശു മറിയത്തെപ്പറ്റി പറഞ്ഞിട്ടില്ല. അതുമാത്രവുമല്ല, യേശു മറിയത്തെ മനുഷ്യവർഗത്തിൻ്റെ അമ്മയായിട്ടാണ് യോഹന്നാനെ ഏൽപ്പിച്ചിരുന്നതെങ്കിൽ യോഹന്നാൻ ആ കാര്യം തൻ്റെ സുവിശേഷത്തിലോ ഈ ലേഖനങ്ങളിലോ വളരെ വ്യക്തമായിട്ട് പ്രസ്താവിക്കുമായിരുന്നു. എന്നാൽ മറിയം ദൈവമാതാവാണെന്നോ മനുഷ്യവർഗത്തിൻ്റെ അമ്മയാണെന്നോ മധ്യസ്ഥയാണെന്നോ മറിയത്തോട് പ്രാർത്ഥിക്കണമെന്നോ ഒക്കെയുള്ള യാതൊരു സൂചനയും യോഹന്നാൻ അപ്പസ്തോലൻ തൻ്റെ എഴുത്തുകളിൽ, സുവിശേഷങ്ങളിലും ലേഖനങ്ങളിലും നൽകുന്നില്ല. അതുമാത്രവുമല്ല, മറ്റ് അപ്പസ്തോലന്മാരും ആദിമ ക്രിസ്ത്യാനികളും മറിയത്തെ ദൈവത്തിൻ്റെ അമ്മയായോ തങ്ങളുടെ അമ്മയായോ മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ അമ്മയായോ ഒന്നും കരുതിയതായിട്ടുള്ള എന്തെങ്കിലും തെളിവോ സൂചന പോലുമോ ബൈബിളിലില്ല. അങ്ങനെ ദൈവവചനപ്രകാരം ദൈവം മറിയത്തെ മനുഷ്യവർഗത്തിൻ്റെ അമ്മയായി കരുതുന്നില്ല എന്നും അതുകൊണ്ട് തന്നെ മറിയം മനുഷ്യവർഗത്തിൻ്റെയോ വിശ്വാസികളുടെയോ അമ്മ അല്ലെന്നും തെളിയുന്നുണ്ട്. അതിനാൽ മറിയത്തെ മനുഷ്യവർഗത്തിൻ്റെ അമ്മയായോ വിശ്വാസികളുടെ അമ്മയായോ ഉയർത്തി കാണിക്കുവാൻ ശ്രമിക്കുന്നത് ദൈവവചന വിരുദ്ധവും അസത്യവാദവും സ്വാർത്ഥ ലാഭങ്ങളെ ലാക്കാക്കിയുള്ള കപടഭക്തിയുമാണ് എന്നത് സംശയരഹിതമായ വസ്തുതയാണ്. മറിയത്തെ യോഹന്നാൻ്റെ സംരക്ഷണത്തിൽ ഏൽപ്പിക്കുക മാത്രമാണ് യേശു ചെയ്തത്. യേശു അങ്ങനെ ചെയ്തതിൻ്റെ ഉദ്ദേശം യോഹന്നാൻ മറിയത്തെ അമ്മയെപ്പോലെ കരുതി
സംരക്ഷിക്കണമെന്നതായിരുന്നു. അതുകൊണ്ടാണ് അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു എന്ന് ദൈവവചനത്തിൽ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത്. ഇങ്ങനെ യേശു മറിയത്തെ യോഹന്നാൻ്റെ സംരക്ഷണത്തിന് ഏൽപ്പിക്കുകയാണ് ചെയ്തത്. അല്ലാതെ യോഹന്നാനെ മറിയത്തിൻ്റെ സംരക്ഷണത്തിന് ഏൽപ്പിക്കുകയായിരുന്നില്ല ചെയ്തത്. ആ ഒരു യാഥാർത്ഥ്യം നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടെ മനസ്സിലാക്കണം. കത്തോലിക്ക വാദപ്രകാരം മറിയമാണ് യോഹന്നാനെ സംരക്ഷിക്കുന്നത്, മധ്യസ്ഥം വഹിക്കുന്നത്. അങ്ങനെ ഒരു സംവിധാനം അവിടെ ഇല്ല എന്ന് ആ വചനങ്ങൾ ശ്രദ്ധിച്ച് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അന്ന് യേശുവിനെ സംബന്ധിച്ചിടത്തോളം അത്തരമൊരു ക്രമീകരണം ആവശ്യമായി വന്നത് യേശു മറിയത്തിൻ്റെ ആദ്യ ജാതനായിരുന്നതിനാലും മറിയം കൂടുതൽ സമയം യേശുവിനോടുകൂടി ആയിരുന്നതിനാലും യേശുവിൻ്റെ സഹോദരന്മാരായ മറിയത്തിൻ്റെ മറ്റ് മക്കൾ യേശുവിൽ വിശ്വസിച്ചിട്ടില്ലാത്തതിനാലുമായിരുന്നു. മാത്രവുമല്ല, ഈ സംഭവ സമയത്ത് അതിനാൽ തന്നെ അവരാരും യേശുവിൻ്റെ കുരിശിനു സമീപം ഉണ്ടായിരുന്നുമില്ല. മാത്രമല്ല, ഈ സാഹചര്യത്തിൽ നാം മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, ദൈവം പോലും മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ പിതാവാണ് എന്ന് അവകാശപ്പെടുന്നില്ല. ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ദൈവത്തിൻ്റെ മക്കളല്ല എന്ന് ബൈബിൾ വ്യക്തമാക്കുന്നു. ഇതേ സംബന്ധിച്ച് ഉള്ള വിശദാംശങ്ങൾ നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ 8-ാം അധ്യായത്തിലും റോമാലേഖനം 8-ാം അധ്യായത്തിലും കാണുവാനായിട്ട് കഴിയും. സകല മനുഷ്യരെയും ദൈവത്തിൻ്റെ മക്കളായിട്ടല്ല, സൃഷ്ടികളായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. യേശുക്രിസ്തുവിലുള്ള രക്ഷ സ്വീകരിച്ച് ദൈവമക്കളായിത്തീരുന്നവരാണ് ദൈവത്തിൻ്റെ മക്കൾ. യാഥാർത്ഥ്യം ഇങ്ങനെയിരിക്കെ മനുഷ്യവർഗത്തിൻ്റെ മുഴുവൻ അമ്മ എന്ന അവകാശവാദം ഉന്നയിക്കുന്ന ഈ പുതിയ മറിയം ദൈവത്തിൻ്റെയും സത്യത്തിൻ്റെയും ഭാഗത്ത് നിന്നുള്ളതല്ല എന്ന് വ്യക്തമാകുന്നു. അത് മറ്റൊരു ആത്മാവാണ്. മാത്രമല്ല, വിശ്വാസികളുടെ അമ്മ മറിയമല്ല, സ്വർഗീയ യെരൂശലേമാണ് എന്നാണ് ബൈബിൾ വ്യക്തമാക്കുന്നത്. ക്രിസ്തീയ വിശ്വാസികളുടെ അമ്മ എന്ന് ബൈബിളിൽ വിശേഷിപ്പിക്കുന്നത് സ്വർഗീയ യെരൂശലേമിനെ മാത്രമാണ്. എന്നാൽ സ്വർഗീയ യെരൂശലേം സ്വതന്ത്രയാണ്. അവളാണ് നമ്മുടെ മാതാവ് എന്ന് ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൽ നാം കാണുന്നുണ്ട്. അപ്പോൾ ഇത്തരം സമുദായ സഭകളുടെ അവകാശവാദങ്ങളെല്ലാം ക്രിസ്തുവിനെ തുച്ഛീകരിക്കാനും അങ്ങനെ വിശ്വാസികളെ വളരെ തന്ത്രപരമായി വഞ്ചിക്കുവാനുമുള്ളതാണ് എന്ന് വിശ്വാസികളും നേതാക്കളും മനസ്സിലാക്കണം.